ഹലോ, അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ. അപ്പോൾ എല്ലാ വീഡിയോയിലും ഞാൻ പറയണമെന്ന് വിചാരിക്കുന്ന കാര്യം തന്നെയാണ്. ഇപ്പം വളരെയധികം വ്യൂസ് കുറവാണ്. കാരണം എൻ്റെ മിസ്റ്റേക്ക് തന്നെ ആയിരിക്കാം. പഴയതുപോലെ കണ്ടിന്യൂറ്റി ആയിട്ട് വീഡിയോ ഇടാൻ പറ്റുന്നില്ല. ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. എന്താണെന്ന് വെച്ചാൽ കുട്ടിയുള്ളത് കാരണം നമ്മൾ വിചാരിച്ച പോലെ നടക്കുന്നില്ല കാര്യങ്ങൾ. ചില സമയത്ത് വീഡിയോയിലൊക്കെ കുട്ടീൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടാവും. റെഗുലറായിട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയാം. കാരണം ഞാൻ ഒരു കയ്യിൽ കുട്ടിയെ എടുത്തുകൊണ്ടാണ് വോയിസ് കൊടുക്കുന്നത്. കുഞ്ഞിപ്പോൾ ചെറുതായത് കാരണം നമ്മൾ വിചാരിച്ചതുപോലെ കിടക്കാനോ അല്ലെങ്കിൽ കുറച്ച് നേരം കണ്ടിന്യൂ ആയിട്ട് ചെയ്യാനോ പറ്റില്ല. അപ്പോൾ നിർത്തിയൊക്കെ ആയിരിക്കും കൊടുക്കുക. അപ്പോൾ പല സൗണ്ടായിരിക്കും. അങ്ങനെയൊക്കെ ഡിസ്റ്റർബൻസൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ക്ഷമ പറയാം കേട്ടോ. അപ്പം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ കേട്ടോ, കൂടുതൽ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ട് പോവാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചന്ദ്രികയുടെ കല്യാണ നിശ്ചയം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൂജാരി പറഞ്ഞത് പ്രകാരം കല്യാണ നിശ്ചയത്തിലുള്ള ഡ്രസ്സുമായിട്ട് രണ്ടുപേരും രണ്ട് ഭാഗത്തോട്ടായിട്ട് പോയിട്ടാണുള്ളത്. അതൊക്കെ മാറ്റിയിട്ട് വീണ്ടും വരാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് മേഘയാണെങ്കിൽ അവളെ ഏൽപ്പിച്ചത് പ്രകാരം ആ ഒരു ബോംബ് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു വിട്ട ആളെയും കാത്ത് വൈകുന്നേരം 4 മണിയായപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യാണ്. അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും അയാൾ വന്നിട്ടുണ്ടായിരുന്നു. മേഘ പ്രതീക്ഷിച്ചതുപോലെ തന്നെ തേങ്ങയ്ക്കുള്ളിലാക്കിയിട്ട് അയാൾ ടൈം ബോംബ് കൊണ്ടുവന്നിട്ട് ആ ഒരു സ്യൂട്ട് കേസ് തുറന്ന് കാണിച്ചു കൊടുത്തപ്പോൾ മേഘ ശരിക്കും വണ്ടടിച്ച് പോയിട്ടുണ്ടായിരുന്നു. കാരണം അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അത്രയും ആ ഒരു ഷാർപ്പായിട്ട് അയാൾ ഉണ്ടാക്കി കൊണ്ടുവരുന്നു. അവളുടെ ആ ഒരു സന്തോഷം കണ്ടപ്പോൾ തന്നെ അയാൾ പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ തേങ്ങയ്ക്കുള്ളിലാക്കിയിട്ട് ടൈം ബോംബ് ഫിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ തേങ്ങ നിങ്ങൾ എങ്ങനെയെങ്കിലും ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്ത് കൊണ്ടുവെക്കണം. എന്നിട്ട് മേഘയുടെ കയ്യിൽ അത് ആ ബോക്സോടെ കൊടുക്കുവാണ്. എന്നിട്ട് അയാൾ പറയുന്നുണ്ട്, ഇങ്ങോട്ട് നോക്ക് മാഡം, ഇനി എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്നെ മാത്രം പോലീസിന് ഒറ്റുകൊടുക്കരുത്. നിങ്ങൾക്ക് ഒരു പ്രശ്നവും വരില്ല, ഞാൻ നോക്കിക്കോളാം. ഇനി അങ്ങോട്ട് നിങ്ങളുടെ നല്ല കാലം തെളിഞ്ഞു എന്ന് മനസ്സിൽ വിചാരിച്ചോളൂ. കൃത്യം 2 മണിക്കൂർ കൊണ്ട് ഇതിനകത്ത് വെച്ചിട്ടുള്ള ബോംബ് പൊട്ടിത്തെറിക്കും. ഈ ബോംബ് പൊട്ടിത്തെറിച്ച ആളപായം മാത്രമല്ല, ആളുകൾ മരിക്കുക മാത്രമല്ല, ആ ബിൽഡിംഗ് തന്നെ മുഴുവനായിട്ടും നശിച്ചു പോവും. കുറച്ച് ശ്രദ്ധയോടുകൂടി വേണം ഇത് കൈകാര്യം ചെയ്യാൻ. ശരി, ഞാൻ നിങ്ങൾ പറഞ്ഞതുപോലെ ഇത് ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചോളാം, നിങ്ങൾ പോയിക്കോളൂ. ശരി, ഞാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് കയറി പോവാണ്. അയാൾ പോയതിനു ശേഷം മേഘയ്ക്ക് പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമാണ്. കാരണം തൻ്റെ കയ്യിലിരിക്കുന്നത് ചന്ദ്രികയെ നശിപ്പിക്കാനുള്ളതാണല്ലോ. ചന്ദ്രികയെ മാത്രമല്ല, അവൾക്ക് ആ വീട്ടുകാരെ മൊത്തമായിട്ട് ഇപ്പോൾ വെറുപ്പായിരുന്നു. അപ്പോൾ അവരെല്ലാവരും നശിക്കുന്നത് കാണാൻ അവൾ കാത്തു നിൽക്കുന്നത്. മേഘ സന്തോഷത്തോടു കൂടി ആ ഒരു ബോക്സ് തുറന്നിട്ട് ആ ഒരു തേങ്ങ എടുത്ത് നോക്കുവാണ്. എന്നിട്ട് അവൾ സ്വയം പറയുന്നുണ്ട്, ചന്ദ്രിക, എന്നെ അടിച്ച് ഞാൻ നിന്നിട്ടുണ്ടായിരുന്ന വീട്ടിൽ നിന്നും എന്നെ പുറത്താക്കി അല്ലേ? നിങ്ങളുടെ എല്ലാവരുടെയും കൗണ്ട് ഡൗണ് സ്റ്റാർട്ടായി. എന്നെ ആ വീട്ടിൽ നിന്നും അടിച്ചിറക്കി വിട്ട നിൻ്റെ കുടുംബം മുഴുവൻ 2 മണിക്കൂർ കൊണ്ട് ഈ ലോകത്ത് നിന്നും വിട പറയാൻ പോവുകയാണ്. അതും ചിന്നിച്ചിതറിക്കൊണ്ട്. നിങ്ങൾക്ക് ആർക്കും കൊള്ളി വെക്കാൻ പോലും ഒരാളെപ്പോലും ഞാൻ ബാക്കി വെക്കില്ല. മേഘയുടെ ഉള്ളിൽ അത്രയധികം ദേഷ്യവും വെറുപ്പും ഉണ്ടായിരുന്നു. അതിനേക്കാൾ ഉപരി അവൾക്ക് അവരെ കൊല്ലാനുള്ള ആ ഒരു വല്ലാത്തൊരു അഭിനിവേശത്തോടെയാണുള്ളത്. അപ്പോൾ അവർ വന്നൊരു ഓട്ടോക്ക് കൈ കാണിച്ചിട്ട് മേഘ അവരുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പറയുകയാണ്. അതേസമയം മുത്തശ്ശിയാണെങ്കിൽ വീട്ടിലുണ്ടായിരുന്ന ഒരു പഴയ കറി എടുത്ത് ചൂടാക്കുകയാണ്. മനോഹരനും കുറച്ച് അടുത്തായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ സമയത്ത് മനോഹരൻ ചോദിക്കുന്നുണ്ട്, ചേച്ചി എന്താടാ, നല്ല കറിയുടെ ഒരു സ്മെല്ല് വരുന്നുണ്ട്, ചേച്ചിക്ക് കിട്ടുന്നുണ്ടോ? അപ്പോൾ അവരിങ്ങനെ സ്മെല്ല് ചെയ്ത് നോക്കുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇല്ല, എനിക്ക് കറിയുടെ മണമൊന്നും വരുന്നില്ലല്ലോ. ഉണ്ട് ചേച്ചി, ചേച്ചിയുടെ മൂക്കൊക്കെ അടിച്ചു പോയെന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞിട്ട് മനോഹരൻ ഇങ്ങനെ സ്മെല്ല് ചെയ്യാണ്. എവിടുന്ന് ആ മണം എന്നറിയോ? ചന്ദ്രികയുടെ വീട്ടിൽ ഭക്ഷണം വിളമ്പാൻ തുടങ്ങിയെന്നാണ് തോന്നുന്നത്. അവിടെ നിന്നുള്ള ഭക്ഷണത്തിൻ്റെ സ്മെല്ലായിരിക്കും. അതാണ് എനിക്ക് നല്ല കറിയുടെ സ്മെല്ല് വരുന്നത്. അപ്പോൾ മനോഹരൻ്റെ തലയ്ക്ക് കിഴുക്ക് കൊടുത്തുകൊണ്ട് ചേച്ചി പറയാണ്, എടാ മണ്ട, അത് അവിടെ ഉണ്ടാക്കിയ ഭക്ഷണത്തിൻ്റെ മണമല്ലടാ, പഴയ ഉണ്ടായിരുന്ന കറി ഞാനിവിടെ ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ കറിയുടെ മണമാണ് നിനക്ക് വന്നത്. എന്ത്? പഴയ കറി എടുത്ത് ചൂടാക്കുമായിരുന്നെന്നോ? ആ, ചൂടാക്കിയ കറി. ഛേ, ഞാൻ വിചാരിച്ചത് ഇത്രയും കാലം നാവ് മാത്രമേ മരവിച്ചിട്ടുള്ളൂ എന്നാ. ഇപ്പോൾ മനസ്സിലായത് മൂക്കും മരവിച്ചിരിക്കുകയാണെന്ന്. നല്ല ഡോക്ടറെ പോയി കാണണം ചേച്ചി എന്നും പറഞ്ഞിട്ട് വീണ്ടും പഴയ സ്ഥാനത്തേക്ക് തന്നെ പോയി ഇരിക്കുകയാണ്. എനിക്ക് വേണ്ട ഈ പഴയ ചൂടാക്കിയ കറിയൊന്നും. അനങ്ങാതെ ഇരുന്ന് എന്നെ വെറുതെ ഓരോന്ന് പറഞ്ഞ് മോഹിപ്പിച്ചു. പഴയ കറി ചൂടാക്കിയിട്ട് എൻ്റെ മൂക്കിൻ്റെ സ്മെല്ല് ഇങ്ങോട്ടേക്ക് പുറത്തെടുത്തു. എനിക്കിപ്പോൾ പുതിയ ഭക്ഷണം കഴിക്കാനുള്ള കൊതിയും വന്നു. എന്തിനാ ചേച്ചി? ചേച്ചി, എന്താ ചേച്ചി കഴിക്കാനുള്ളത്? പഴയ ചോറുണ്ട്, വേണോ? ചേച്ചിയും വിട്ടുകൊടുക്കുന്നില്ല. അയ്യോ ചേച്ചിക്ക് ഒരു കാര്യം അറിയോ? തൊട്ടടുത്ത വീട്ടിൽ വലിയൊരു സദ്യ തന്നെയാണ് നടക്കുന്നത്. എല്ലാ ഭക്ഷണവും ഉണ്ടാവും. എന്നിട്ട്
തൊട്ടടുത്ത വീടായ ഇവിടെ എന്താ ഉള്ളത്? പഴയ ചോറും പഴയ കറിയും. അയ്യോ, കേൾക്കുമ്പോഴേ എനിക്ക് ദേഷ്യം വരുവാ. ആ പഴയ ചോറ് ചേച്ചി സ്വയം തിന്നിട്ട് അതിൻ്റെ കൂടെ ആ പഴയ കറി കൂടെ എടുത്തിട്ട് ചട്ടിയോടെ കുടിച്ചോ. അപ്പം തന്നെ ചേച്ചി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പഴയ ചോറിനെ വെറുതെ കളിയാക്കാൻ നിൽക്കേണ്ട മനോഹര, കുറച്ചു നേരം കഴിഞ്ഞാൽ അതും കിട്ടാതെയാവും. നോക്കിക്കോ. അയ്യോ, എന്നെ ഇപ്പോൾ ഇതുപോലെ ഭ്രാന്തനാക്കിയില്ലേ ചേച്ചി, നിങ്ങളുടെ പേരക്കുട്ടിയും ചേർന്നിട്ട്. നല്ല ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ച് നിന്ന ഞാനാ എന്നൊക്കെ ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മനോഹരൻ. അതേസമയം ചന്ദ്രികയാണെങ്കിൽ സിദ്ധാർത്ഥിൻ്റെ വീട്ടുകാർ കൊടുത്തിട്ടുണ്ടായിരുന്ന ജാനകിയും വാസുദേവനും ചേർന്ന് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു സാരിയൊക്കെ മാറ്റി സുന്ദരിയായിട്ട് നിൽക്കുവാണ്. അപ്പോൾ ചന്ദ്രികയെ കാണാൻ വന്നിട്ടുണ്ടായിരുന്ന ലക്ഷ്മി പറയുന്നുണ്ട്, അവർക്ക് കണ്ണ് നിറയാണ് തൻ്റെ മകളെ അങ്ങനെ കാണുന്ന സമയത്ത്. എൻ്റെ മോൾ അതിസുന്ദരിയായിട്ടുണ്ട്, നിനക്ക് ചേരുന്ന സാരി തന്നെയാണ് ജാനകി വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോഴാണ് ആരതി പറയുന്നത്, ആൻറ്റി ഈ സാരി അമ്മ സെലക്ട് ചെയ്തതല്ല, ഈ സാരി സെലക്ട് ചെയ്തത് എൻ്റെ ഏട്ടൻ സിദ്ധു ആണ്. കൊള്ളാം. ലക്ഷ്മിയും ചിരിക്കുകയാണ്. അത് കേട്ട് ചന്ദ്രിക നാണത്തോടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആരതി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയാണ്, അതുകൊണ്ടാണ് ചന്ദ്രികയ്ക്ക് ഈ സാരി സൂപ്പറായിട്ടുള്ളത്. ലക്ഷ്മിയും അത് ശരിവെക്കുകയാണ്. കൊള്ളാം, നന്നായിട്ടുണ്ട്. അതൊക്കെ കേട്ടപ്പോൾ ചന്ദ്രിക നാണത്തോടു കൂടി നിൽക്കുകയാണ്. ശരി, ചന്ദ്രിക എത്രയും പെട്ടെന്ന് റെഡിയാക്കിയിട്ട് താഴേക്ക് കൂട്ടിയിട്ട് വാ എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി താഴേക്ക് പോവുകയാണ്. ആരതിയും ബാക്കിയുള്ള ആളുകളൊക്കെ വീണ്ടും ചന്ദ്രിക ഒരുക്കുന്ന തിരക്കിലാണ്. അതേപോലെ തന്നെ സിദ്ധാർത്ഥിനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് വാസുദേവനും ആകാശും ചേർന്നിട്ട്. സിദ്ധു ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വാസുദേവനോട് കൊള്ളാമോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ആകാശ് പറയുന്നുണ്ട് 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് സ്പ്രേ അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആകാശ് ഒരുപാട് സ്പ്രേ അടിച്ചപ്പോൾ സിദ്ധു പറയുന്നുണ്ട്, ആകാശ് മതി, ഇതിൻ്റെ സ്മെല്ല് കൊണ്ട് ഞാൻ ഇവിടെ തന്നെ ബോധം കെട്ട് വീഴും. അത് കേട്ട് ആകാശ് ചിരിക്കുകയാണ്. അപ്പോൾ വാസുദേവൻ പറയുന്നുണ്ട്, ഇന്ന് നിൻ്റെ കല്യാണ നിശ്ചയമാണ് സിദ്ധു, അപ്പം നീ നല്ല ഗെത്തായിട്ടുണ്ടാവണം. അത് കേട്ട് സിദ്ധുവും ചിരിക്കുകയാണ്. അങ്ങനെ 3 പേരും കൂടി താഴേക്ക് പോവാണ്. അതേസമയം മേഘയാണെങ്കിൽ ആ ഒരു ബോംബും കൊണ്ട് വീട്ടിനടുത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. മഹേന്ദ്രൻ ഓരോരുത്തരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചന്ദ്രികയുടെ കമ്പനിയിലേക്ക് ആ ഒരു വലിയ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു സിനിമ സംവിധായകൻ്റെ മകൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം വരുന്നത് കണ്ടപ്പോൾ മഹേന്ദ്ര വേഗം തന്നെ കോള് കട്ട് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോവാണ്. അയാളാണെങ്കിൽ ചന്ദ്രികയും സിദ്ധുവിനെയും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മഹേന്ദ്രൻ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ്. മാത്രമല്ല അച്ഛനെ പരിചയപ്പെടുത്തി കൊടുക്കാനാണെന്നും പറയുന്നുണ്ട്. മുത്തശ്ശൻ്റെ അടുത്ത് പോകുന്ന സമയത്ത് അദ്ദേഹം ഗുരുക്കളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയിട്ട് മഹേന്ദ്രൻ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അച്ഛാ, ഇത് ജയശങ്കർ, അതായത് സിനിമ നടൻ്റെ മകനാണെന്നൊക്കെ പറഞ്ഞു പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ആര്? നടൻ ജയശങ്കറിൻ്റെ മകനോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വേഗം ചാടി എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് നമസ്കാരം പറഞ്ഞതിന് ശേഷം അയാൾ സഞ്ജയിനോട് പറയുന്നുണ്ടായിരുന്നു, ഞാനും നിങ്ങളുടെ അച്ഛനും കുട്ടിക്കാലം തൊട്ടേയുള്ള പരിചയമാണ്. ഞങ്ങൾ 2 പേരും ഒരേ നാട്ടുകാരാണ്. ഞങ്ങൾ ഒന്നിച്ചാണ് ചെന്നൈയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ജയശങ്കർ അഭിനയമോഹം ഉള്ളത് കൊണ്ട് അതിനു വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. ഞാനാണെങ്കിൽ ചെറിയ ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് ശ്രമിച്ചത്. അതിനുശേഷം അവന് സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടി അവൻ വലിയ നടനൊക്കെ ആയിത്തീർന്നു. പക്ഷേ ഞാൻ ചെറിയൊരു രീതിയിൽ ബിസിനസ്സൊക്കെ ആയിട്ടാണ് മുന്നോട്ട് പോയത്. അപ്പോൾ ജയശങ്കറിൻ്റെ മകനായിട്ട് വന്നിട്ടുണ്ടായിരുന്ന സഞ്ജയ് ചോദിക്കുകയാണ്, അച്ഛൻ കുട്ടിക്കാലത്തെ ഒരു കൂട്ടുകാരനെ കുറിച്ച് അധികവും പറയാറുണ്ട്, അത് നിങ്ങളായിരുന്നു സർ? അപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, എന്നെക്കുറിച്ച് അവൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടെന്നാണോ? അതെ, നിങ്ങളെക്കുറിച്ച് അച്ഛൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ കാണണമെന്ന് അദ്ദേഹം ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ നിങ്ങൾ എവിടെയാണ് ഉള്ളതെന്ന് അദ്ദേഹത്തിന് അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവസാന നിമിഷം വരെ നിങ്ങളെ കാണാൻ അദ്ദേഹത്തിന് സാധിച്ചതുമില്ല. ഞാനും അവനെ കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, എന്നാൽ സാധിച്ചില്ല. മുത്തശ്ശനും പറയാണ്, അവനുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കൊച്ചുമക്കളുടെ കല്യാണത്തിന് അവൻ വരുമായിരുന്നു. എന്നാലും സാരമില്ല, അവൻ്റെ സ്ഥാനത്ത് മോൻ വന്നല്ലോ, എനിക്കത് തന്നെ മതി. ഒരുപാട് സന്തോഷം. അപ്പോൾ സഞ്ജയ് പറയുന്നുണ്ട്, അച്ഛാ, നിങ്ങളെ കണ്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കാൽക്കൽ തൊട്ട് തൊഴുവാണ്. അപ്പോൾ അദ്ദേഹം സഞ്ജയെ അനുഗ്രഹിക്കുന്നുണ്ട്. നിന്റെ അച്ഛനെ പോലെ നീയും വലിയ ആളായിട്ട് മാറണം എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച സമയത്ത് മഹേന്ദ്രൻ പറഞ്ഞു കൊടുക്കുകയാണ്, അച്ഛാ, ഇപ്പം തന്നെ അദ്ദേഹം വലിയ ആളാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേരിൽ ഇദ്ദേഹം ഒരുപാട് വലിയ ഗാർമെൻറ്റ്സുകൾ തുറന്നിട്ടുണ്ട്. നമ്മുടെ ചന്ദ്രികയെ പോലും സഹായിച്ചത് ഇദ്ദേഹമാണ്. ഓ, അങ്ങനെയാണോ? ഒരുപാട് സന്തോഷം മോനെ എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ അയാൾക്ക് നേരെ തൊഴുതു നിൽക്കുകയാണ്. എപ്പോഴും ദൈവം നിൻ്റെ കൂടെ ഉണ്ടാവും മോനെ എന്നൊക്കെ പറഞ്ഞ് അനുഗ്രഹിച്ചപ്പോൾ അയാളും നന്ദിയൊക്കെ പറയുകയാണ്. അങ്ങനെ ആരതിയോട് മഹേന്ദ്രൻ അയാൾക്ക് കുടിക്കാൻ വേണ്ടി വെള്ളം എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അവരെല്ലാവരും 3 പേര് ഇരുന്ന് സംസാരിക്കുകയാണ്. അപ്പോഴേക്കും മേഘയുടെ ഓട്ടോ ആ വീട്ടിന് മുന്നിൽ എത്തിയിട്ടുണ്ടായിരുന്നു. മേഘ വേഗം തന്നെ ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ ഒരു സ്യൂട്ട് കേസും കൊണ്ട് വീട്ടിന് നേരെ വരികയാണ്. എന്നിട്ട് ആ ഒരു ഗേറ്റിന് അടുത്തെത്തിയ സമയത്ത് അവൾ സ്യൂട്ട് കേസ് തുറന്നിട്ട് ആ ഒരു തേങ്ങ എടുത്തിട്ട് സ്യൂട്ട് കേസ് പുറത്തേക്ക് വലിച്ചെറിയാണ്.
അതിനുശേഷം ആ ഒരു തേങ്ങ ചെവിയോടെ അടുത്ത് ചേർത്ത് വെച്ച് നോക്കുകയാണ്. അപ്പോൾ അതിനകത്ത് നിന്നും ആ ഒരു ബോംബിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ മേഘയ്ക്ക് വല്ലാത്ത സന്തോഷം തോന്നുകയാണ്. അവൾ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ഈ വീട്ടിലുള്ളവരും ഈ വീടും കുറച്ച് നേരം കൊണ്ട് ചിന്നി ചിതറാൻ വേണ്ടി പോവുകയാണ്. മേഘയ്ക്ക് അത് ഓർത്തപ്പോൾ തന്നെ വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു. അതേസമയം ചന്ദ്രികയെ ലാസ്റ്റ് മേക്കപ്പിൻ്റെ സെക്ഷനിലാണുള്ളത്. അവളുടെ കഴുത്തിൽ മാല അണിഞ്ഞു കൊടുക്കുകയാണ് ആരതി. ആ സമയത്താണ് പെട്ടെന്ന് ചന്ദ്രികയുടെ മനസ്സിൽ മലറിനെ കുറിച്ചുള്ള ഓർമ്മ വരുന്നത്. മലർ എവിടെയായിരിക്കും? അപ്പോൾ തന്നെ ആരതിയോട് അവൾ ചോദിക്കുന്നുണ്ട്, ആരതി, മലർ എവിടെയാണ് ഉള്ളത്? അപ്പോൾ ആരതി പറയുന്നുണ്ട്, അവൾ ഇവിടെ എവിടെയെങ്കിലും കളിക്കുന്നുണ്ടാവും. എന്ത് പറ്റി? പ്ലീസ് ആരതി, അവളെ ഒന്ന് വിളിക്കാമോ? കല്യാണ നിശ്ചയ സമയത്ത് അവൾ എൻ്റെ കൂടെ തന്നെ വേണം. ഓഹോ, അത്രേ ഉള്ളോ? ഒരു നിമിഷം, ഞാൻ പോയിട്ട് അവളെ കൂട്ടിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ആരതി മലറിനെ നോക്കാൻ വേണ്ടി പോവാണ്. ആ സമയത്ത് ചന്ദ്രികയുടെ കൂട്ടുകാരികളോട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഏൽപ്പിക്കുകയാണ്. പക്ഷേ ആ സമയത്തൊക്കെ ചന്ദ്രികയുടെ മനസ്സ് നിറയെ എന്തോ ഒരു ടെൻഷനായിരുന്നു. രാവിലെ മുതൽ മലര് എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നേ ഇല്ലല്ലോ. എന്തായിരിക്കും അവൾ എൻ്റെ അടുത്ത് നിന്ന് അകന്നകന്ന് പോകുന്നത്? അത് ഓർത്തപ്പോൾ ചന്ദ്രയ്ക്ക് വല്ലാത്തൊരു വിഷമം തോന്നുവാണ്. അതേസമയം മേഘയാണെങ്കിൽ വല്ലാത്തൊരു ദേഷ്യത്തോടു കൂടിയാണ് ആ ഒരു തേങ്ങയും പിടിച്ച് അവിടെ നിൽക്കുന്നത്. സാരിയുടെ മുന്താണിക്ക് പിന്നിലായിട്ട് ആ ഒരു തേങ്ങ ഒളിച്ചു വെച്ചുകൊണ്ടാണ് മേഘ മുന്നോട്ടേക്ക് വരുന്നത്. അപ്പോൾ കുറച്ചുകൂടി മുന്നോട്ടേക്ക് വന്നപ്പോഴാണ് ആ വീട്ടിലുള്ള ആൾക്കാരെ നോക്കുന്നത്. ആ സമയത്ത് അവിടെ പ്രിയ മലറിൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയ മലറിൻ്റെ കൂടെ ഇവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. എങ്ങനെയെങ്കിലും പ്രിയയും കൂട്ടിയിട്ട് ഇവിടെ നിന്ന് പോവണല്ലോ. ചുറ്റിലും നോക്കിക്കൊണ്ട് മേഘ വേഗം അങ്ങോട്ടേക്ക് പോവാണ്. എന്നിട്ട് പ്രിയയെ വിളിക്കുന്നുണ്ട്, പ്രിയ ഇങ്ങോട്ടേക്ക് വാ. അപ്പോൾ പ്രിയ കളിക്കുന്ന സ്ഥലത്തു നിന്നും വേഗം മേഘയുടെ അടുത്തേക്ക് വന്നു. എന്താ അമ്മ? അപ്പോൾ മേഘ പ്രിയയോട് പറയാണ്, നീ സ്നേക്സിനെയൊക്കെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ആ, ഇന്ന് നമുക്ക് സ്നേക്ക് പാർക്കിലേക്ക് പോയാലോ? അപ്പോൾ പ്രിയ പറയുന്നുണ്ട്, സ്നേക്ക് പാർക്കിൽ നമുക്ക് നാളെ പോവാം അമ്മ. ഇന്ന് ചന്ദ്രിക ആൻറ്റിയുടെയും സിദ്ധു അങ്കിളുടെയും എൻഗേജ്മെൻ്റ് ആണ്. ഇന്ന് ഞാൻ ഇവിടെ നിന്നോളാം അമ്മ. അപ്പോൾ മേഘ തിരിച്ചു ചോദിക്കുന്നുണ്ട്, അമ്മയല്ലേ മോളെ വിളിക്കുന്നത്? എന്നിട്ട് അമ്മ വിളിച്ച മോള് വരില്ലേ? അവർ രണ്ടുപേരും സംസാരിക്കുന്നത് കണ്ടിട്ട് മലരെ അങ്ങോട്ട് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ മേഘ സ്നേഹത്തോടു കൂടി പ്രിയയോട് പറയുന്നുണ്ട്, ചന്ദ്രികയുടെ എൻഗേജ്മെൻറ്റിന് മോള് വേണ്ട, മോൾ എൻ്റെ കൂടെ വാ. ഞാൻ ഇവിടെ നിന്നോളാം അമ്മ. ഞാൻ പറയുന്നത് നീ കേൾക്ക്, അധികം സംസാരിക്കാതെ എൻ്റെ കൂടെ വരാൻ നോക്ക്. മേഘ ദേഷ്യത്തോടെ പറഞ്ഞപ്പോഴേക്കും മലര അങ്ങോട്ടേക്ക് പോവാണ്. പ്ലീസ് അമ്മ, ഞാൻ ഇവിടെ നിന്നോട്ടെ അമ്മ. അപ്പോഴേക്കും മലര് വന്നിട്ട് പറയാണ്, മേഘ ആൻറ്റി, പ്രിയ എൻ്റെ കൂടെ ഇവിടെ നിന്നോട്ടെ, ഞങ്ങൾ കളിച്ചോളാലോ. അപ്പം മലറിനോട് പറയുന്നുണ്ട്, ഞാൻ പ്രിയയും കൂട്ടിയിട്ട് പുറത്തേക്ക് പോവുകയാണ്, നീ ഇവിടെ നിന്ന് പൊയ്ക്കോ. അപ്പോൾ പ്രിയ വീണ്ടും ബെഗ് ചെയ്യുന്നുണ്ട്, പ്ലീസ് അമ്മ, ഞാൻ ഇവിടെ നിന്നോട്ടെ അമ്മ. പ്രിയ, അമ്മ പറഞ്ഞ നീ കേൾക്കില്ലേ? അതേസമയം ചന്ദ്രിക ഡ്രസ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അവിടെ വെച്ചിട്ട് അവളുടെ മനസ്സിന് ഇങ്ങനെ വല്ലാത്തൊരു വിഷമം. കാരണം മലറിനെ വിളിക്കാൻ പോയ ആരതി തിരിച്ചു വന്നിട്ടില്ല. അവൾക്കാണെങ്കിൽ ആ സമയത്ത് മലറിനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൾ പെട്ടെന്ന് തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരോടായിട്ട് പറയുന്നുണ്ട്, ഗീത, നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്ക്, ഞാൻ പോയിട്ടൊന്ന് മലറിനെ കണ്ട് അവളോട് സംസാരിച്ചിട്ട് വരാം. അപ്പോൾ തന്നെ ഗീത പറയുന്നുണ്ട്, ഈ സമയത്ത് അതിൻ്റെ ആവശ്യമുണ്ടോ? ആരതി പോയിട്ടില്ലേ അവളെ വിളിക്കാൻ വേണ്ടിയിട്ട്? അതല്ല ഗീത, ഞാൻ പോയിട്ട് മലറിനെ കണ്ട് അവളോട് എന്തെങ്കിലും സംസാരിച്ചിട്ട് വരാം, എനിക്കെന്തോ ഒരു വല്ലായ്മ പോലെ. നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ വേഗം പോയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ചന്ദ്രിക വേഗം തന്നെ എഴുന്നേറ്റ് പുറത്തേക്ക് വരികയാണ്. അപ്പോൾ അവർ രണ്ടുപേരും പരസ്പരം പറയുന്നുണ്ട്, ഇതെന്താ പെട്ടെന്ന് ഇവർക്ക് ഇങ്ങനെ ഒരു തോന്നൽ? അതേസമയം മേഘയാണെങ്കിൽ ചിന്തിക്കുന്നുണ്ടായിരുന്നു, ആ ടൈം ബോംബുള്ള തേങ്ങ എങ്ങനെയാണ് വീട്ടിൻ്റെ അകത്തൊന്ന് വെക്കുക? എന്താ അതിനൊരു വഴി? അതിനുള്ള എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് കയ്യിലുണ്ടായിരുന്ന തേങ്ങ മേഘ ഒളിച്ചൊളിച്ച് വെക്കുകയാണ്. അപ്പോൾ പ്രിയ പറയുന്നുണ്ട്, അമ്മ, ഞാൻ ഇവിടെ നിന്നോട്ടെ അമ്മ. അതൊക്കെ കേട്ടുകൊണ്ടാണ് ചന്ദ്രിക പുറത്തേക്ക് വരുന്നത്. ചന്ദ്രിക പുറത്തു വന്നപ്പോൾ മലറിനെയാണ് ആദ്യം തന്നെ കാണുന്നത്. അപ്പോൾ തന്നെ അവൾ സന്തോഷത്തോടെ മലറിൻ്റെ അടുത്തേക്ക് പോവാണ്. മലർ, നീ ഇവിടെയാണോ ഉണ്ടായിരുന്നത്? നിന്നെ കാണാഞ്ഞിട്ട് അമ്മ എന്തുമാത്രം ഭയന്നു. പക്ഷേ മലർ വലിയ താല്പര്യമില്ലാത്ത മട്ടിലാണ് നിൽക്കുന്നത്. ഒന്നാമത് ചന്ദ്രിക ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കല്യാണ വേഷത്തിലാണുള്ളത്. അത് മലറിന് തീരെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ചന്ദ്രികയെ കണ്ടപ്പോൾ മേഘ വല്ലാതെ ഒന്ന് ഭയന്നിട്ടുണ്ടായിരുന്നു. കാരണം അവളുടെ കയ്യിൽ ആ തേങ്ങ ഉണ്ടായിരുന്നതുകൊണ്ട്. അതിനുശേഷമാണ് ചന്ദ്രിക മേഘയോട് സംസാരിക്കുന്നത്. ആ മേഘ, നീ എന്താ ഇവിടെ നിൽക്കുന്നത്? അകത്തേക്ക് വാ. ചന്ദ്രിക തൻ്റെ നേർക്ക് വന്ന സമയത്ത് മേഘ വല്ലാതെ ഭയന്നിട്ടുണ്ടായിരുന്നു. അയ്യയ്യോ, ഇവൾ എന്നോട് വീട്ടിൻ്റെ അകത്തേക്ക് പോവാനാണല്ലോ പറയുന്നത്, എങ്ങനെയൊന്ന് പോവുക? മേഘ വല്ലാതെ ആലോചിച്ച് നിൽക്കുകയാണ്. മാത്രമല്ല അവൾക്ക് ആ ടൈം ബോംബിൻ്റെ ഉണ്ടായിരുന്ന തേങ്ങ ചന്ദ്രിക കാണാതെ ഒളിച്ചു വെക്കേണ്ടതും ഉണ്ടായിരുന്നു. മേഘയുടെ മുഖത്ത് ആ ഒരു വെപ്രാളം കണ്ടിട്ട് ചന്ദ്രിക ചോദിക്കുന്നുണ്ട്, എന്താ മേഘ നീ ആലോചിക്കുന്നത്?
നീ എൻഗേജ്മെന്റിനല്ലേ വന്നത്, എന്നിട്ട് വീട്ടുവാതിൽക്കൽ വരെ വന്നിട്ട് അകത്തേക്ക് വരാതിരുന്ന അതെന്താ? വാ, അകത്തേക്ക് വാ. അപ്പോൾ മേഘ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇതാണ് ശരിയായ അവസരം. ഇപ്പോൾ ഞാൻ അകത്തേക്ക് പോവുകയാണെങ്കിൽ ഈ ടൈം ബോംബുള്ള തേങ്ങ അകത്ത് എവിടെയെങ്കിലും വച്ചിട്ട് പ്രിയയും കൂട്ടിയിട്ട് വേഗം തന്നെ പുറത്തേക്ക് വരാം. അങ്ങനെയാണെങ്കിൽ ആർക്കും എൻ്റെ മേൽ സംശയവും വരില്ല. അപ്പോഴും ഇതൊന്നും മനസ്സിലാവാതെ ചന്ദ്രിക വീണ്ടും വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്, വാ മേഘ, നീയും എൻ്റെ കല്യാണ നിശ്ചയത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്കത് വലിയ സന്തോഷമായിരിക്കും. വാ എന്ന് പറഞ്ഞിട്ട് മേഘയുടെ കൈ പിടിച്ചു വലിക്കുകയാണ്. വാ മല്ലർ, പ്രിയയും കൂട്ടിയിട്ട് അകത്തേക്ക് വാ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രിക മേഘയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോവാണ്. പിന്നാലെ തന്നെ മലരും പ്രിയയും കൂട്ടിയിട്ട് അകത്തേക്ക് പോകുന്നുണ്ട്. ചന്ദ്രിക മേഘയും കൂട്ടിയിട്ട് അകത്തേക്ക് വന്ന സമയത്ത് എല്ലാവരുടെയും മുഖത്ത് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. മഹേന്ദ്രനും ലക്ഷ്മിയും ജാനകിയും മുത്തശ്ശനും ആരതിയും എല്ലാവർക്കും നല്ല ദേഷ്യത്തോടെയാണ് മേഘയെ നോക്കുന്നത്. ആ സമയത്ത് അത് മനസ്സിലായിട്ടെന്നോണം മേഘ വേഗം തന്നെ പറയുന്നുണ്ട്, ചന്ദ്രിക അവളുടെ കല്യാണ നിശ്ചയത്തിന് എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വന്നത്. അതായത് മറ്റുള്ളവർക്കൊന്നും ഈർഷ്യ തോന്നണ്ട, ക്ഷണിച്ചിട്ടാണ് വന്നത് എന്നാണ് മേഘ ഉദ്ദേശിച്ചത്. അപ്പോൾ ചന്ദ്രികയാണെങ്കിൽ അതൊന്നും വകവെക്കാതെ എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയുന്നുണ്ട്, മേഘ നീയും കുഞ്ഞും പോയിട്ട് അവിടെ ഇരിക്കുക. ശരി എന്ന് പറഞ്ഞിട്ട് മേഘയാണെങ്കിൽ വേഗം പോവുകയാണ്. പ്രിയയും കൂട്ടിയിട്ട് അവിടെ ഒരു സോഫയിലേക്കാണ് മേഘ പോയി ഇരുന്നിട്ടുണ്ടായിരുന്നത്. ആ സമയത്താണ് ആ ഒരു സന്ദീപ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ആക്ടറിൻ്റെ മകൻ അങ്ങോട്ടേക്ക് വന്നിട്ട് ചന്ദ്രികയോട് പറയാണ്, ചന്ദ്രിക ഒരു അഭിനന്ദനങ്ങൾ. അപ്പോൾ ചന്ദ്രികയാണെങ്കിൽ അടക്കാനാവാത്ത സന്തോഷത്തോടു കൂടിയാണ് പറയുന്നത്, സർ നിങ്ങൾ വന്നിട്ടുണ്ടായിരുന്നോ, ഒരുപാട് സന്തോഷം. താങ്ക് യു സർ, നിങ്ങൾ വരുന്ന് ഞാൻ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ചന്ദ്രിക അയാളോട് കാണിക്കുന്ന ആ ഒരു ബഹുമാനം കണ്ടപ്പോൾ എല്ലാവരും സന്തോഷത്തോടു കൂടിയാണ് നിൽക്കുന്നത്. അപ്പോൾ ചന്ദ്രികയുടെ ആൾ പറയുന്നുണ്ട്, തൻ്റെ എൻഗേജ്മെൻറ്റ് വന്നില്ലെങ്കിൽ പിന്നെ ആരുടെ എൻഗേജ്മെൻറ്റിനെ പോവുക, ഒരുപാട് നന്ദിയുണ്ട് സർ, സർ അവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രിക കൈ കാണിച്ചു കൊടുത്തപ്പോൾ സന്ദീപ് അങ്ങോട്ടേക്ക് പോവുകയാണ്. അതിനുശേഷം ചന്ദ്രിക ലക്ഷ്മിയോടായിട്ട് പറയുന്നുണ്ട്, ഞാൻ റെഡിയായിട്ട് വേഗം വരാം. ശരി. അപ്പോൾ ജാനകി ആരതിയോട് പറയാണ്, ആരതി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാവണമെന്ന് സെറ്റ് ചെയ്. ആ സമയത്താണ് സിദ്ധാർത്ഥ് മുകളിൽ നിന്നും ആകാശിൻ്റെയും അതുപോലെ തന്നെ വാസുവിൻ്റെയും കൂടെ താഴേക്ക് വരുന്നത്. ലക്ഷ്മിയും മഹേന്ദ്രനും കൊടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു വെള്ള മുണ്ടും വെള്ള ഷർട്ടുമാണ് സിദ്ധു ധരിച്ചിട്ടുണ്ടായിരുന്നത്. അതിലവൻ നല്ല സുന്ദരനും അതുപോലെ അതീവ സന്തോഷവാനുമായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അവൻ വരുന്നത് നോക്കി മേഘ നിൽക്കുവാണ്. കാരണം ഇങ്ങനെ ഒരു കാഴ്ച അവൾ ആഗ്രഹിച്ചത്, അവൾക്കൊപ്പം സിദ്ധു ജീവിക്കുന്നതായിരുന്നു. അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.